35 വർഷത്തെ ബി ജെ പിയുടെ പൊന്നാപുരം കോട്ട, ബീഹാറിലെ ബങ്കിപ്പൂർ. അവിടെ ബി ജെ പി ഒരു ഞെട്ടലിലാണ്. പ്രശാന്ത് കിഷോർ ആ മണ്ഡലം തന്നെ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ധനുസുമോദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബി ജെ പി അങ്ങ് ഞെട്ടിത്തരിച്ചുപോയി ഈ മണ്ഡലം കൈവിട്ടതോടുകൂടി. യഥാർത്ഥത്തിൽ നിതിൻ നബിൻ, ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ, അദ്ദേഹം രാജ്യസഭയിലേക്ക് വന്നതോടുകൂടി അവിടെ ഒഴിവ് വന്ന സീറ്റിലാണല്ലോ ഈ മത്സരം നടന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു നേതാവ്, അതും ദേശീയ നേതാവിനെ പോലെ ഒരാൾ, അത് ദേശീയ അധ്യക്ഷൻ, അദ്ദേഹത്തിൻ്റെ ഒഴിവ് വന്ന സീറ്റിൽ വിജയിപ്പിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. ബി ജെ പി എന്നല്ല, ഏത് പാർട്ടിയായാലും അതൊരു കടമയാണ്. ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ, നേരത്തെ ലാൽകുമാർ പറഞ്ഞ പോലെ തന്നെ അവരുടെ പൊന്നാപുരം കോട്ടയായിട്ട് ഒരിക്കലും പൊളിയാത്ത കോട്ടയായിട്ട് നിൽക്കുകയാണ്. കാരണം ഒരു 41-നും 50-നും ഇടക്ക് ആണ് അവിടെ സവർണ വോട്ടുകളുള്ളത്. ഈ സവർണ വോട്ടുകളാണ് ഉത്തരേന്ത്യയിലെ ഒരു ബി ജെ പിയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയാവുന്ന വോട്ടുള്ളത്. അതായത് തോൽവിയുടെ ഒരു പരാജയം ഇതുവരെ അറിഞ്ഞിട്ടില്ല. നിതിൻ നബീൻ മാത്രമല്ല, നിതിൻ നബീൻ്റെ പിതാവും അവിടുന്ന് ജയിച്ചു വന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പരാജയം ഉണ്ടായത് എന്ന് നോക്കി കഴിയുമ്പോൾ, ഈ നിതിൻ നബീനെ അദ്ദേഹത്തിൻ്റെ അഭിഷേക് കുമാറിനാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയാക്കിയത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവിനടക്കം ഈ ലാലു പ്രസാദ് യാദവ്, കാലിത്തീറ്റ കുംഭകോണം, അതുമായിട്ടൊക്കെ വളരെ ബന്ധമുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനം നിതിൻ നബീൻ്റെ കാൻഡിഡേറ്റിനെ പിൻവലിച്ചുകൊണ്ടാണ് പുതിയ കാൻഡിഡേറ്റിനെ സിൻഹയെ കളത്തിലിറക്കുന്നത്. പക്ഷേ ആ സമയത്തെല്ലാം അവിടെ വലിയ തരത്തിലുള്ള ബി ജെ പിയുടെ അന്തഛിദ്രം പ്രശ്നമാകുന്നു. മുഖ്യമന്ത്രി പോലും അവിടെ ഈ നിതിൻ നബീൻ വളരുമ്പോൾ മാത്രമാണ് പോകുന്നത്. കൃത്യമായി ഒരു ഏറ്റെടുക്കാനില്ല, ഇത് വിജയിക്കേണ്ടതാണ് എന്നുള്ളൊരു തോന്നൽ അവർക്കില്ല. കാരണം ഇതൊരു അമിത ആത്മവിശ്വാസമാണ്, അവർ ജയിക്കും. പിന്നെ മാത്രമല്ല, ഇത്രയും പരാജയം അറിഞ്ഞിട്ടില്ലാത്തൊരു സീറ്റാണ്. അതുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു അമിത പ്രതീക്ഷയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മാത്രമല്ല, നിതിൻ നബീന് ഇനി ഈ സ്ഥാനത്ത് തുടരാൻ തന്നെ യോഗ്യതയില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അദ്ദേഹം ആ തരത്തിലുള്ള ഒരു രാജി കൊടുക്കുകയാണ് ആദ്യം വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ലാൽകുമാറിന് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞേക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ നിരന്തരം ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു ജൻസി പ്രക്ഷോഭം എങ്ങനെയാണ് ഇതിന് ഒരു വിജയത്തിന്, പ്രശാന്ത് കിഷോറിൻ്റെ വിജയത്തിന് ആധാരമായെന്നാണ് കരുതുന്നത്. ഇതിലിപ്പോൾ ജൻസി എന്ന് പറയുമ്പോൾ ജന്തർ മന്ദിർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ജൻസി പ്രക്ഷോഭം നടന്നൊരു സ്ഥലമാണ് ബീഹാർ അല്ലെങ്കിൽ പട്ന മേഖല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജൻസി അവിടെ ഒരു വലിയ ഫാക്ടറായിരുന്നു. ഈ പ്രശാന്ത് കിഷോറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം പോലും വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് പ്രശാന്ത് കിഷോറിന് കൃത്യമായൊരു ലക്ഷ്യമുണ്ടായിരുന്നു, എവിടെയാണ് തൻ്റെ വോട്ട് എന്നുള്ള കാര്യത്തിൽ. അത് കിഷോർ കൃത്യമായി പയറ്റി. അദ്ദേഹത്തിലെ തന്ത്രജ്ഞൻ അവിടെ വിജയിച്ചു. രണ്ടാമത്തെ കാര്യം, 3-1 യുവാക്കൾ വരുന്നൊരു മണ്ഡലം. അതുകൊണ്ട് തന്നെ ഈ വിഷയം കത്തി നിൽക്കുന്ന കാര്യം അദ്ദേഹത്തിന് അറിയാം. ആ മേഖലയെ തന്നെ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം തന്നെ സ്കൂൾ ബാഗാണ്. അദ്ദേഹം തെരഞ്ഞെടുത്ത വിഷയവും ഇത്തരത്തിൽ ഈ വിദ്യാഭ്യാസ മേഖല, മാത്രമല്ല നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളൊരു മണ്ഡലം. മാത്രമല്ല, ഇവിടെ വെടിവെപ്പ് പോലും AK-47 ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ അടിച്ചമർത്തുന്ന കാഴ്ച, കുറേ പേര് അറസ്റ്റ് ചെയ്ത കാഴ്ച, CJP നിരന്തരം ബീഹാറിലെ വിഷയങ്ങൾ ഉയർത്തുന്ന കാഴ്ച. അപ്പോൾ അത്തരത്തിൽ യുവജന രോഷം അല്ലെങ്കിൽ ഒരു ജൻസി രോഷം തീർച്ചയായിട്ടും ഈ BJPയുടെ പതനത്തിന് കാരണമായിട്ടുണ്ട്. അതിപ്പോൾ പ്രധാനമന്ത്രിയുടെ വൈകുന്നേരത്തെ അർദ്ധരാത്രിയുള്ള വീഡിയോ കൊണ്ടും ഈ ജൻസിക്കുണ്ടായ രോഷം, ക്ഷീണം തീർക്കാൻ പറ്റിയിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് വിജയം അല്ലെങ്കിൽ BJPയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഈ തോൽവി. ഞാൻ മറ്റൊരു തരത്തിൽ കഴിഞ്ഞാൽ ഈ RJD ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് ഇതിൽ വലിയ റോൾ ഉണ്ടായിരുന്നില്ല. കാരണം മുഖ്യ പ്രതിപക്ഷം അവരാണ്. പക്ഷേ അവിടെ RJD 3-ാം സ്ഥാനത്തേക്കൊക്കെ പോകുന്ന കാഴ്ച, അതെങ്ങനെ സംഭവിച്ചു? യഥാർത്ഥത്തിൽ RJD 3-ാം സ്ഥാനത്ത് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, RJDക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. സമീപകാലത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കെട്ടിവെച്ച കാശ് RJDക്ക് ഈ മണ്ഡലത്തിൽ കിട്ടാതെ വരുന്നത്. കാര്യം 2 പ്രധാനപ്പെട്ട പാർട്ടികളെ കഴിഞ്ഞ തവണ മത്സരിച്ച അവരെ തന്നെയാണ് ഇത്തവണയും രേഖാകുമാരിയെ തന്നെയാണ് RJD വീണ്ടും മത്സരിക്കാൻ ഇറക്കിയത്. പക്ഷേ ഈ തേജസ്വി യാദവാണല്ലോ ഈ RJDയുടെ നേതാവ്. പക്ഷേ അദ്ദേഹം ആ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാര്യം ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കുക, ഈ പിൻവലിക്കുന്ന സമയം സൂക്ഷ്മ പരിശോധന, ഇതൊന്നും ഒരു നേതാവിൻ്റെ ഒരു സാന്നിധ്യവും അവിടെ ഇല്ല. അങ്ങനെയുള്ള കാര്യത്തിന് നേതാവ് പോകേണ്ട കാര്യമില്ല. പക്ഷേ എങ്കിൽ പോലും പ്രചരണത്തിന് തുടക്കമിടുന്നത് എപ്പോഴും ഇത്തരത്തിലുള്ള 1-ാം നിരയിൽപ്പെട്ട നേതാവ് തന്നെയായിരിക്കണം. പക്ഷേ ഇത്തവണ അദ്ദേഹം വിദേശ ടൂറിലായിരുന്നു. അതിനുശേഷം പിന്നീട് തേജസ്വി യാദവ് വന്ന് കേവലം ഒരു മുഖം കാണിച്ചു എന്നുള്ള രീതിയിൽ മാത്രമാണ് അദ്ദേഹം ചെയ്തിരുന്നത്. കാര്യം പലപ്പോഴും BJP 62% വോട്ട് നേടിയാണ്
നേരത്തെ നിതിൻ നബീൻ വിജയിച്ചിരുന്നത് അവിടെ. കാര്യം 51,000-ത്തിലധികം ഭൂരിപക്ഷം വന്നു. ഈ 19,000 കൂടി വന്നു കഴിയുമ്പോൾ ഇത്രത്തോളം വോട്ടാണ് അവിടെ BJPയുടെ മറിഞ്ഞു പോയിരിക്കുന്നത്. ആ തരത്തിലുള്ളൊരു മറിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ ഒരു കാരണവശാലും RJDക്ക് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ബീഹാറിലൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോയ സമയത്ത് RJD വീണ്ടും എത്തുന്നു, അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയാകുന്നു എന്നൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്നും തകർന്നടിഞ്ഞ ഒരു RJDനെ കാണുന്നത്. 101 സീറ്റ് JDUവിനും 101 BJPക്ക് ലഭിച്ചതോടുകൂടി അവരുടെ ആത്മവിശ്വാസം പൂർണ്ണമായി പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് RJD വേണ്ട തരത്തിൽ പ്രവർത്തിച്ചില്ല എന്ന് മാത്രമല്ല അവർക്ക് ഒരു കൂടുതൽ തിരിച്ചടി നേരിടുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ തെരഞ്ഞെടുപ്പ് ഒരു വിജയം എടുത്ത് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഈ രണ്ടാമത് നിൽക്കുന്ന പാർട്ടി മൂന്നാമതായി പോയാൽ പിന്നെ അവർ പാടെ തകർന്നു പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത്. പിന്നെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ തമ്മിലുള്ളൊരു പോരാട്ടമായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അതുതന്നെയാണ് ഇവിടെ ഉണ്ടായത്. മാത്രമല്ല ഈ ഒരു ബ്രാഹ്മണർക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രാതിനിധ്യമുള്ള ഉയർന്ന കാസ്റ്റുകൾ കൂടുതലുള്ള സ്ഥലമാണ്. പ്രശാന്ത് കിഷോർ ഒരു ബ്രാഹ്മണ സമുദായത്തിൽ പെട്ടവരാണ്. മാത്രമല്ല ഇപ്രാവശ്യം ഈ വോട്ട് ചെയ്തിരിക്കുന്നത് എല്ലാ ജാതി മത വ്യത്യാസത്തിന് ഉപരിയായിട്ട് തന്നെ ഒരു വോട്ടിങ്ങാണ് ഇവിടെ നടന്നിരിക്കുന്നത്. മാത്രമല്ല 8% മുതൽ 12% വരെ മുസ്ലിം വോട്ടർമാർ അവിടെയുണ്ട്. ഈ RJDക്കായാലും ഇത് പലപ്പോഴും ഈ മുസ്ലിം സമുദായം പിന്നോക്ക വിഭാഗം ഇത് അവരുടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ടാണ് അവർ സ്വയം കരുതിയിരുന്നത്. ഏതായാലും ഈ ന്യൂനപക്ഷ സമുദായത്തിനെയൊന്നും ഇങ്ങനെ ആ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ കാണേണ്ട. BJPയെ തോൽപ്പിക്കാൻ ആർക്കാണോ കഴിയാവുന്നത് അവർക്ക് വോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വലിയൊരു പുതിയ ഒരു വോട്ടിംഗ് നിര വന്നിട്ടുണ്ട്. ലാൽകുമാറിന് മറ്റൊരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോ? എന്തുകൊണ്ടായിരിക്കും ഈ PK, അതായത് നമ്മുടെ പ്രശാന്ത് കിഷോർ നേരത്തെ കിങ് മേക്കർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്, ഇപ്പോൾ അദ്ദേഹം കിങ് ആയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ മത്സരിച്ചെങ്കിലും ഇത്രയും മണ്ഡലത്തിൽ മത്സരിച്ചെങ്കിലും ഒരിടത്ത് പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെയായിരിക്കും അദ്ദേഹം ഈ ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചെന്നാണ് പ്രശാന്ത് കിഷോറിൻ്റെ ഒരു വ്യക്തിപ്രഭാവം, പ്രശാന്ത് കിഷോറിൻ്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കും? ഇതിലിപ്പോൾ ദർശമതി പ്രശാന്ത് കിഷോർ തെരഞ്ഞെടുപ്പിലേക്ക് വന്നത് വളരെ പെട്ടെന്നായിരുന്നു. അദ്ദേഹം മുമ്പ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് പെട്ടെന്ന് ഒരു പാർട്ടി രൂപീകരിക്കുന്നു. അതിൽ ഗാന്ധി ആശയങ്ങളാണ് തൻ്റെ മൂലാശയം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. അത് ആദ്യം ചെയ്തത് ഒറ്റയടിക്ക് അങ്ങ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയല്ല. ഒന്ന് എല്ലാം പഠിച്ച് ഒരു 3500 കിലോമീറ്റർ ഇങ്ങനെ ഗ്രാമങ്ങളൊക്കെ യാത്ര ചെയ്ത് അവരുമായിട്ട് സംവദിച്ച് അങ്ങനെയൊക്കെയാണ്. പക്ഷേ ആദ്യത്തെ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും പരാജയപ്പെട്ടു. ഒരു 3.5% അത്ര വോട്ട് എന്ന് പറഞ്ഞാൽ നോട്ടക്കും താഴെയായിരുന്നു അദ്ദേഹത്തിൻ്റെ. പക്ഷേ എന്നാൽ പോലും 35ഓളം മണ്ഡലങ്ങളിൽ അദ്ദേഹം ഒരു നിർണായക ശക്തിയായി. പക്ഷേ ഇവിടെ നിന്ന് ഇപ്പോൾ നേരിട്ടങ്ങ് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നു. അവിടെ കൃത്യമായ രീതിയിൽ മുമ്പ് താനെടുത്ത പണി എന്തായിരുന്നു അത് തനിക്ക് സ്വന്തമായിട്ട് അങ്ങ് എടുക്കുന്നു. അദ്ദേഹം വിജയിക്കുന്നു. പക്ഷേ വിജയിച്ചത് ചെറിയൊരു മണ്ഡലത്തിലല്ല എന്നുള്ള കാര്യം ഈ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക. കാരണം ഒരു 50,000-ൻ്റെ മുകളിൽ വോട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം BJP ജയിച്ചൊരു മണ്ഡലത്തിൽ ഒരു 70,000 വോട്ട് അധികമായി പിടിക്കുക മാത്രമല്ല പുതിയ വോട്ടുകളും വന്നിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ പ്രശാന്ത് കിഷോർ ഇപ്പോൾ രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയായി മാറി. പിന്നെ ആ ജൻസ്വരാജ് പാർട്ടിയുടെ ഭാവി എന്ത്? ബീഹാറിലെ ഇനി ഈ പറയുന്ന പോലെ ഒരു മുഖ്യ പ്രതിപക്ഷമായി വരാനുള്ളൊരു കെൽപ്പ് പ്രശാന്ത് കിഷോറിനുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. അപ്പോൾ ഈ പറയുമ്പോൾ തന്നെ പ്രശാന്ത് കിഷോർ ഒരു പ്രതിപക്ഷത്തിനൊരു മുതൽക്കൂട്ടാണോ എന്നൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം എത്രമാത്രം ഈ പ്രതിപക്ഷ ശക്തികൾക്കൊപ്പം നിൽക്കുന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനുള്ള ഉത്തരം എന്തായിരിക്കും? ഇപ്പോൾ ഈ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്ററുകൾ പലതും ലോഗോയൊക്കെ കാണുമ്പോൾ അവിടെ പ്രധാനമായും കാണുന്നത് മഹാത്മാഗാന്ധിയും അംബേദ്കറും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കണ്ടതായിരുന്നല്ലോ ജന്തർ മന്ദറിലും ഈ മഹാത്മാഗാന്ധിയും അംബേദ്കറും എന്ന് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഭരണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. കാരണം നേരത്തെ പശ്ചിമ ബംഗാളിലും DMK-നെ തമിഴ്നാട്ടിലും TMC-നെ ബംഗാളിലും വിജയിപ്പിച്ചതിന് ശേഷം ഇനി താൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വർക്ക് അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രജ്ഞത ഉപയോഗിക്കണം എന്നുള്ളൊരു വലിയ തരത്തിലുള്ള ഒരു ആശയം ഒരു ഭാഗം വളരെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആ തരത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല ഈ ബീഹാറിൻ്റെ പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയപരമായ അത്ഭുതങ്ങളെ ഒരു ഗർഭം വഹിക്കുന്ന ഒരു സ്ഥലമാണ് ബീഹാറെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാര്യം JP-യുടെ മൂവ്മെൻറ്റ് ആരംഭിക്കുന്നു. ഇന്ദിരാഗാന്ധിക്കെതിരായ വലിയ പോരാട്ടം അവിടെ നിന്ന് സംഭവിക്കുന്നു. ലാലു പ്രസാദ് യാദവ് സോഷ്യലിസത്തിൻ്റെ ഒരു ഉഴുതുപണിച്ച മണ്ണാണ് ബീഹാർ. അങ്ങനെ പല തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ ആരംഭിച്ചിട്ടുള്ളത് ബീഹാറിൽ നിന്ന് തന്നെയാണ്. അങ്ങനെയൊരു ബീഹാറിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് കൃത്യമായൊരു സ്പേസ് ഉണ്ടായിരുന്നു. അദ്ദേഹം 2 തവണയായിട്ടാണ് 3 തവണ
മുഖ്യമന്ത്രിയായെങ്കിലും 2 തവണ നന്നായിട്ട് ഭരിക്കുക ചെയ്തിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു പ്രശാന്ത് കിഷോറിനെ ഉടനടി തന്നെ ഒരു ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാകാനോ ആ തരത്തിലേക്കൊന്നും സാധ്യതയില്ല. മാത്രമല്ല അദ്ദേഹം ഇനിയിപ്പോൾ ഒരു MLA എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം കാഴ്ചവെക്കുകയും അടുത്ത ബീഹാർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി ഒന്ന് ലാൽകുമാറിനോട് ചോദിക്കുകയാണെങ്കിൽ ഈ തരത്തിലുള്ള ഈ അത്ഭുതങ്ങൾ തന്നെയാണ്, വലിയ അട്ടിമറിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു BJPയുടെ ഒരു ചിന്ത എന്തായിരിക്കും? അവർ ഈ ഒരു പരാജയത്തെ എങ്ങനെ മറികടക്കുമെന്നാണ് കരുതുന്നത്? ഇതിലിപ്പോൾ പ്രധാനപ്പെട്ട BJP ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ ആദ്യം തന്നെ അവരുടെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പ്രധാനമായിട്ട് അവർ കാണുന്നത് ഒന്ന് ജൻസി പ്രക്ഷോഭം കാര്യമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അവിടെ പറഞ്ഞ പോലെ നേരത്തെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്, സ്ഥാനാർത്ഥിയെ മാറ്റി മറ്റ് വിഷയങ്ങൾ. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും മണ്ഡലം കൈവിടില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലായിരുന്നു BJP. കാരണം അവരുടെ ഒരു പൊന്നാപുരം കോട്ടയാണ്. നമ്മളൊക്കെ ഇവിടുന്ന് അവരുടെ ഒരു BJP ഒരു കോട്ട എന്ന് പറഞ്ഞുള്ള ആ കോട്ടയാണ് ഇന്നലെ പൊട്ടിപ്പോയത്. അതിന് ഞെട്ടൽ ഇപ്പോഴും ബീഹാർ BJP മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. ദേശീയ അധ്യക്ഷൻ്റെ ഒരു മണ്ഡലം തോക്കുക എന്നുള്ളത് ദേശീയ തലത്തിൽ ശ്രദ്ധ ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ BJP ആദ്യം തന്നെ ഈ ജൻസി പ്രക്ഷോഭത്തെ മറക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് പ്രധാനമന്ത്രിയെ നേരിട്ട് ഇറക്കുക എന്നുള്ളതാണ്. ഒരു 11 മണി കഴിഞ്ഞാൽ ഒരു പീക്ക് ടൈം, ഇൻ്റർനെറ്റിൻ്റെ പീക്ക് ടൈമിൽ പ്രധാനമന്ത്രിയെ കൊണ്ട് വീഡിയോ ചെയ്യിക്കുക, ഇതൊക്കെയായിരുന്നു അടവ് ചെയ്തത്. പക്ഷേ ഇതൊന്നും പോരാ എന്നുള്ളൊരു ബോധത്തിലേക്ക് ചിലപ്പോൾ BJP എത്തിക്കണം. ഇപ്പം ഈ ബീഹാറിലെ ഈ ഒരു ബങ്കിപ്പൂർ എന്നുള്ളൊരു മണ്ഡലം മാത്രമല്ല, അതിന് പുറത്തുള്ള ആ മണ്ഡലം ഭൂരിപക്ഷം അല്ലെങ്കിൽ 1/3% യുവജനങ്ങളുള്ള മണ്ഡലമാണ്. മാത്രമല്ല ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതലുള്ള മണ്ഡലം. അപ്പോൾ ഇങ്ങനത്തെ ഒരു മണ്ഡലത്തിൽ ജൻസികളുടെ വിഷയം, ഈ വിദ്യാഭ്യാസ വിഷയങ്ങൾ സംസാരിക്കുക എന്നിടത്ത് തന്നെ പ്രശാന്ത് കിഷോർ ആദ്യം വിജയിച്ച് കഴിഞ്ഞു. പിന്നെ ആ വിഷയം അങ്ങ് ആളിക്കത്തുക എന്നുള്ളതാണ്. പക്ഷേ BJP എന്തായിരിക്കും സംസാരിക്കുക എന്നുള്ളത് നമുക്ക് ന്യായമായിട്ട് നമുക്ക് ഒറ്റയടിക്ക് തന്നെ ചിന്തിക്കാൻ പറ്റും. അവരെന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട. അപ്പോൾ ആ അജണ്ട പൊളിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ഇനി അത് സംസാരിച്ചാൽ പോരാ, ജനങ്ങളുടെ വിഷയം സംസാരിച്ച് തുടങ്ങണം. ഈ വിഷയം ഈ ആദ്യം 2 കോടി തൊഴിൽ എന്നൊക്കെ പറഞ്ഞ് വന്ന് അതൊക്കെ പോയി. ഇനിയിപ്പോൾ തൊഴിലിനെ പറ്റി സംസാരിക്കേണ്ടി വരും, ജനങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. അപ്പോൾ CJP ഒരു നിർണായക ഫാക്ടറാണ്. അത് നമ്മളിനിപ്പോൾ കേരളത്തിലും ആ ഒരു ഫാക്ടർ തീർച്ചയായിട്ടും ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കാണും. രാജ്യമൊട്ടാകെ അതിൻ്റെ ഒരു വിഷയം അലയടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് BJPക്ക് ഒരു ഞെട്ടലാണ്. അത് എനിക്ക് തോന്നുന്നത് രാജ്യത്തിനുള്ള ഒരു എന്താ പറയുക, ഒരു സന്ദേശവും പ്രതീക്ഷയാണ്. കാരണം യുവാക്കളുടെ ചിന്ത ഇതുപോലെ ചെറിയ ചെറിയ വിഷയങ്ങളിൽ കുരുങ്ങിപ്പോകുന്നതല്ല. അവർക്ക് വിദ്യാഭ്യാസത്തെ പറ്റി നിങ്ങൾ സംസാരിക്കാൻ റെഡിയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ള കാര്യം അപ്പോൾ അവർ ഈ തെരഞ്ഞെടുപ്പിലൂടെ പറയുന്നുണ്ട്. ഇതിപ്പോൾ ദേശീയ തലത്തിൽ പോലും വലിയൊരു വിഷയമായി മാറി ഈ പ്രശാന്ത് കിഷോറിൻ്റെ വിജയം. അപ്പോൾ പ്രശാന്ത് കിഷോറിനെ നേരത്തെ ദിനസുമത് പറഞ്ഞു, ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമൊക്കെ ആവില്ലെങ്കിൽ പോലും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു നിർണായക ഫാക്ടറാവാൻ സാധ്യതയുണ്ടോ? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരർത്ഥത്തിൽ ആ ഒരു ബീഹാറിൽ മാത്രമല്ലെങ്കിലും പ്രതിപക്ഷത്തെ ഒരുക്കുന്നതിൽ പ്രശാന്ത് കിഷോർ മുന്നോട്ട് വരുമോ? പ്രശാന്ത് കിഷോർ നേരിട്ട് വന്ന് പ്രതിപക്ഷത്തെ ഒരുക്കുക എന്നുള്ളതല്ല അല്ല ഞാൻ കാണുന്നത്. കാര്യം ഇതുവരെ നമ്മൾ കരുതിക്കൊണ്ടിരുന്നത് ഈ കോട്ട BJPയെ തടുക്കാൻ ആരുമില്ല എന്ന രീതിയിലായിരുന്നു. കാര്യം കഴിഞ്ഞ ഇന്ത്യ സഖ്യ യോഗത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിലൂടെ നിങ്ങൾ അധികാരത്തിലെത്താമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? കാര്യം തെരഞ്ഞെടുപ്പ് അട്ടിമറി നടക്കുകയാണ്, ഇലക്ഷൻ കമ്മീഷൻ അവരുടെ ഒപ്പം കൂടെ നിൽക്കുകയാണെന്നുള്ള കാര്യമൊക്കെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത്. അങ്ങനെ ഈ മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസ് കഴിഞ്ഞ 2ാമത്തെ പാർട്ടിയായിരുന്നു. പക്ഷേ അവർ പൊളിഞ്ഞു. അതിനുശേഷം അവർ പലപ്പോഴും യോഗത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് ആശങ്കയുണ്ടായിരുന്നത്. അവർ തകർന്ന ഒരു നേതാവായിട്ടാണ് കഴിഞ്ഞ മീറ്റിങ്ങിന് വന്നിരുന്നത്. മാത്രമല്ല ഇങ്ങനെ പല നേതാക്കന്മാരും ഇതുപോലെ നമ്മുടെ ശിവസേനയുടെ നേതാക്കന്മാർ ഉദ്ധവ് താക്കറെ ആയാലും അവരുമെല്ലാം ഇനി എന്ത് എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ശരത് പവാർ ഇനിയിപ്പോൾ BJP ആയിട്ട് ഒരു ധാരണ ഉണ്ടാക്കുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. പരസ്പരം മുന്നണിയിൽ വിശ്വാസമില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അതെല്ലാം മാറ്റിവെച്ചിട്ട് ഇനി ഫൈറ്റ് ചെയ്യാം, BJPയെ തോൽപ്പിക്കാം എന്നൊരു ആത്മവിശ്വാസം, ആ ഒരു പാഠം കൂടിയാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് ബീഹാറിൽ നിന്ന് കിട്ടുന്നത്. മാത്രമല്ല ഈ ഒരു മണ്ഡലത്തിൽ ഒരു വിയർപ്പൊഴുക്കി അവിടെ പണിയെടുത്താൽ, ജനങ്ങളോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അതിൻ്റെ ഒരു ഫലം അത് മധുരമുള്ളതാകും. അതുകൊണ്ട് തന്നെ ഈ പൊളിയാത്ത കോട്ടകളൊന്നുമില്ല. അമിത്ഷാ ആയാലും നരേന്ദ്രമോദി ആയാലും അവരുടെ ഇത്തരത്തിലുള്ള ഇമേജുകളെയൊക്കെ പൊളിച്ചുകൊണ്ട് ഈ ജൻസി ഇപ്പോൾ കൂടെ നിൽക്കുന്നുണ്ട്.
ആ തരത്തിൽ അവരുടെ കൂടി വോട്ട് വാങ്ങിക്കൊണ്ട് വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാം എന്ന് തന്നെയാണ് പ്രതിപക്ഷം കരുതുന്നത്. ആ തരത്തിൽ പ്രതിപക്ഷത്തിന് വലിയ തരത്തിലുള്ള ഒരു ഉന്മേഷം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണിത്. എന്തു തന്നെയായാലും ബങ്കിപ്പൂർ നൽകുന്ന സന്ദേശം ചെറുതല്ല, BJPക്ക് ഉണ്ടാക്കിയ ഞെട്ടലും ചെറുതല്ല. അവസാനമായി പ്രശാന്ത് കിഷോർ ബാഗായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിഹ്നം. അദ്ദേഹം ഈ റിസൾട്ടും തൻ്റെ ആ കൊച്ചു ബാഗിലിട്ട് അങ്ങ് പോയി. അപ്പോൾ ഭാവി, ബീഹാറിൻ്റെ ഭാവി മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ഭാവി കൂടി നിശ്ചയിക്കുമോ എന്ന കാര്യം നമുക്ക് നോക്കിക്കാണാം.